ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഒരു 4K റെസൊല്യൂഷൻ വരുന്ന ക്യാമറ ഡ്രോൺ ആണ് അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 4K ആണെങ്കിൽ നമുക്ക് ക്യാമറ ഒക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് 4K റെസൊല്യൂഷൻ ഒന്നുമില്ല. മാത്രമല്ല ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി ഒക്കെ നല്ല ക്വാളിറ്റി തന്നെയാണ്, നല്ല പെർഫെക്റ്റ്, നല്ല പവർഫുൾ ആണ്. പക്ഷേ ഔട്ട് ഓഫ് റേഞ്ച് വരുമ്പോൾ നമ്മൾ ഡ്രോണ് മുന്നോട്ടാണെങ്കിൽ ആ പൊസിഷനിൽ അങ്ങ് മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലൈ ചെയ്യുന്ന നല്ല ഏരിയ ഉള്ള ഗ്രൗണ്ടിൽ നിന്ന് മാത്രമേ ഫ്ലൈ ചെയ്യൂ. അത് റേഞ്ച് പറ്റ കുറവാണ് ഈ ഒരു ഡ്രോണിന്. പക്ഷേ ഈ ഒരു ഡ്രോണിന് നെയിമൊന്നുമില്ല. ഏകദേശം 2100 ആ റേഞ്ച് രൂപയ്ക്കാണ് ആമസോണിൽ വരുന്നത്. അപ്പോൾ നമ്മൾ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ സ്പെസിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് ഏകദേശം 100 മീറ്ററൊക്കെ റേഞ്ച് പറയുന്നുണ്ട്. പക്ഷേ ആ റേഞ്ച് നമുക്ക് ഇവിടെ കിട്ടുന്നില്ല. എന്നത്തെ പോലെ തന്നെ അൺബോക്സിങ് ചെയ്യാവുന്ന സമയത്ത് ദേവൂസ് ഓടി വന്നു, ഞാൻ തന്നെ അൺബോക്സിങ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ദേവൂസിനെ കൊടുത്തിരിക്കുകയാണ്. ദേവൂസൊക്കെ തുറന്നു നോക്കുകയാണ്. അപ്പോൾ എന്നും പറയുമ്പോൾ തന്നെ നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. 60% ആൾക്കാരും നമ്മളത് വീഡിയോസൊക്കെ കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ 60% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ഒരു ഡ്രോണിൻ്റെ കൂടെ നമുക്ക് ഒരു 1800 mAh ബാറ്ററി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇൻ്റലിജൻറ്റ് ബാറ്ററിയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ മൈക്രോ USB വരുന്ന ഒരു പോർട്ടും കൂടെ വരുന്നുണ്ട്. ആ പോർട്ട് നമ്മൾ മൊബൈലിൻ്റെ ചാർജറിന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചാർജ് ചെയ്യാം. പിന്നെ നമുക്ക് ഈ ഒരു പ്രൊപ്പല്ലറിൻ്റെ ഗാർഡായിട്ട് 4 വരുന്നുണ്ട്. അത് കൂടാതെ നമുക്ക് 2 എയും ബിയും തന്നെ നമുക്ക് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും വരുന്ന ഓരോന്ന് വീതം നമുക്ക് ഒരു പ്രൊപ്പല്ലർ എക്സ്ട്രാ തന്നെ വരുന്നുണ്ട്. ഡ്രോണിൻ്റെ പുറമെ നമുക്ക് ഒരു ബാറ്ററി മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. പിന്നെ നമ്മളിതിൻ്റെ ബാറ്ററിയുടെ ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം 10 മുതൽ 15 മിനിറ്റ് വരെ ഏകദേശം കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു ഫാൾട്ടായിട്ട് വന്നത് ഇതിൻ്റെ ഒരു റേഞ്ച് വ്യത്യാസമാണ്. നമുക്ക് നല്ല ഹൈറ്റിൽ ഫ്ലൈ ചെയ്യാൻ ഇതിന് മുന്നുണ്ടായിരുന്ന നമ്മുടെ കയ്യിലുള്ള ഡ്രോൺ ഉണ്ടായിരുന്നു. അത് ഏകദേശം ഒരു 100 മീറ്റർ വരെ ഏകദേശം റേഞ്ച് വരെ നമ്മൾ ഫ്ലൈ ചെയ്തിട്ടും അത് നമ്മളെ റേഞ്ചിലായിരുന്നു. ഇതൊരു 20 മീറ്റർ റേഞ്ച് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ട് ഒരു 20 മീറ്റർ കഴിയുമ്പോൾ നമ്മൾ മുന്നോട്ടാണ് ആ ഒരു ത്രോട്ടിൽ കൊടുത്തിരിക്കുന്നത്. ആ ഒരു നമ്മൾ ത്രോട്ടിൽ ഒഴിവാക്കി കഴിഞ്ഞാൽ റേഞ്ച് കഴിഞ്ഞാൽ ആ ഒരു പൊസിഷനിൽ പോയിട്ട് എവിടെയെങ്കിലും പോയി ഇടിച്ചിട്ടാണ് വീഴുന്നത്. അപ്പോൾ ഇതൊരു 20 മീറ്ററിലധികം നമുക്ക് ഫ്ലൈ ചെയ്യാനില്ല. നല്ലൊരു ഡ്രോൺ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അതേപോലെ തന്നെ ഈ ഒരു ആപ്പ് വെച്ചിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യുന്നു, അത് ഞാൻ ചെയ്യുന്നില്ല. എല്ലാത്തിൻ്റെയും ഏകദേശം എല്ലാം ഒരു ആപ്പാണ്. നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറി കഴിഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്യുന്നതാണ്. ഈ ഒരു ഡ്രോൺ നമുക്ക് ടെസ്റ്റ് അടിച്ചോളാം. അപ്പോൾ ഫ്ലൈ ഒക്കെ നല്ല സ്റ്റെബിലിറ്റി ഒക്കെ നല്ല സ്റ്റെബിലിറ്റി ഒക്കെ തന്നെയാണ്. പക്ഷേ നമ്മളെ ഈ റേഞ്ചിൻ്റെ പോരായ്മ മാത്രമേ ഉള്ളൂ. നമ്മളെ റേഞ്ച് 20. അപ്പോൾ നമ്മൾ നല്ലൊരു ഹൈറ്റിൽ പറത്തിക്കാനില്ല. ഡ്രോണൊക്കെ നമ്മൾ നല്ലൊരു ഹൈറ്റിൽ പറത്തിച്ച് 380 ഡിഗ്രിയിലൊക്കെ ഫ്ലിപ്പ് ചെയ്യിക്കും, നല്ലൊരു ഇതാണ്. പക്ഷേ ഇതൊരു നമ്മുടെ റൈറ്റ് സെൻസറും പാടെ ഇതിൽ വരുന്നത് കൊണ്ട് ഇതിൻ്റെ ത്രോട്ടിൽ നമ്മൾ മറ്റേ ഇതിന് മുമ്പുള്ള ഡ്രോണൊക്കെ നമ്മൾ ത്രോട്ടിൽ താത്തി കഴിഞ്ഞാൽ എപ്പം താത്തുന്നോ അപ്പം തന്നെ ഫാൻ്റെ ആ ഒരു ലീഫിൻ്റെ കറക്കം നിൽക്കും. റൈറ്റ് സെൻസർ ഉള്ളതുകൊണ്ട് നമ്മൾ താഴെ എവിടെ നിന്നാണോ പറത്തിയത് അത് അവിടെ വരെ നമ്മൾ പിന്നെ ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആടെ നിൽക്കുന്ന കറക്റ്റ് ലാൻഡിങ് കറക്റ്റ് ആയിരിക്കും നമ്മൾ ആ ഫാൻ്റെ കറക്കൊക്കെ. അപ്പോൾ നമ്മൾ പകുതിക്കൽ വെച്ച് നമ്മൾ കൈ കൊണ്ട് പിടിക്കാൻ ശ്രമിച്ചാൽ ആ ഫാൻ്റെ അതിൽ കറങ്ങിക്കൊണ്ടിരിക്കും. നമ്മൾ ആ ഒരു നിലത്ത് എവിടെയാണോ പറഞ്ഞത് അതേ ഹൈറ്റിൽ വന്ന് നിൽക്കുന്ന വരെ മാത്രം ആ ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കും. അത് തുടക്കക്കാർക്കൊക്കെ ആണെങ്കിൽ ഇത് നല്ല ഡ്രോണാണ്. അപ്പോൾ ഒരു അത്യാവശ്യം ഏരിയ ഉള്ള ഒരു ഗ്രൗണ്ട് ആയിരിക്കും. നമ്മൾ കയ്യിൽ നിന്ന് പിടുത്തം വിട്ടാലും റേഞ്ച് ഞാൻ പറഞ്ഞാൽ റേഞ്ച് വിട്ടാലും കുറച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അവിടെ പോയിട്ട് റേഞ്ച് വിടുമ്പോൾ താഴത്ത് വീകുന്നുണ്ട്. പിന്നെ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് ഒക്കെ നോക്കാനൊരു സമയം കിട്ടുകയും ചെയ്യും അവിടെ നിൽക്കുന്നത് കൊണ്ട്. നമുക്ക് ഈ ക്യാമറയുടെ ഫൂട്ടേജ് ഒന്ന് ചെക്ക് ചെയ്യാം. ഏകദേശം ഒരു ക്ലിയർ ഉണ്ട്, വലിയൊരു ക്ലിയർ ഇല്ലെങ്കിലും ഒരു ആവറേജ് ക്ലിയർ ഉണ്ട്. പക്ഷേ നല്ലൊരു 4K എന്ന് പറഞ്ഞാൽ ആ ഒരു റെസൊല്യൂഷൻ അല്ല, നമുക്ക് ഏകദേശം ആ രൂപയ്ക്കല്ലേ വരുന്നുള്ളൂ. അപ്പോൾ ഏകദേശം അതിനുള്ളൊരു ക്യാമറയുടെ ക്ലാരിറ്റി ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മളെ ഈ റേഞ്ച് ഇല്ലാത്തൊരു പ്രശ്നം കൊണ്ട് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഏകദേശം ഒരു വലിയൊരു കുഴപ്പമില്ലാന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു വെച്ച് നോക്കിയിട്ട് ഫ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതിന് മുമ്പുള്ളതൊക്കെ നമ്മളെ ക്യാമറയുടെയൊക്കെ ഒരു എന്താ പറയുക ഫ്ലൈ നമ്മളെ ഫുള്ള് ലൈവായിട്ട് കിട്ടിയില്ല. അത് കറക്റ്റ് ഒരു ബഫറിങ് വരുന്നില്ല. ആ ഒരു ഫുള്ള് വീഡിയോസ് നമുക്ക് കറക്റ്റ് താഴെ പിന്നെ ഇതിലേക്ക് ഫോണിലേക്ക് കറക്റ്റായിട്ട് വൈഫൈ മുഖാന്തരം നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തത് നല്ല വീഡിയോ കാണാം. ഓക്കെ, ബൈ.